ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈശോ ഗലീലയിലെത്തുമ്പോൾ ശിഷ്യന്മാരോട് താൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നുവെന്നും അവരാൽ വധിക്കപ്പെടുമെന്നും എന്നാൽ ഉയർപ്പിക്കപ്പെടുമെന്നും പറയുമ്പോൾ ദുഃഖിതരാകുന്ന അപ്പോസ്തലന്മാരെ കാണും. കഫർനാമിലെത്തുമ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതും പത്രോസിൻ്റെ അടുത്ത് വന്നോ അവർ നികുതി ചോദിക്കുന്നതും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സുവിശേഷത്തിൽ പ്രധാനമായും 2 സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഗലീലി പ്രദേശത്തേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് ഈശോ താൻ വധിക്കപ്പെടുമെന്നും ഉയർപ്പിക്കപ്പെടുമെന്നുള്ള പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നു. രണ്ടാമതായി, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദേവാലയത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് വന്ന് ദേവാലയം നികുതി ചോദിക്കുന്ന ദേവാലയ വിചാരിപ്പുകാരെയും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 2 സംഭവങ്ങളിലൂടെ 3 കാര്യങ്ങൾ സുവിശേഷം നമ്മുടെ മുൻപിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഈശോ അറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് വേണ്ടി രക്ഷകനാകാൻ, നമുക്ക് വേണ്ടി രക്ഷയായി മാറാൻ, സ്വയം ബലിവസ്തുവായി തീരുവാനുള്ള ഒരു തീരുമാനത്തോടെ, പരിപൂർണമായ അറിവോടുകൂടെ ഈശോ പലതവണ ഇങ്ങനെ തൻ്റെ മരണത്തെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും എന്നാൽ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ അവിടുത്തെ ഉദ്ധാനത്തെക്കുറിച്ചും നമ്മോട് പറയുമ്പോൾ ഒരു കാര്യം കർത്താവ് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈശോ അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി സ്വയം മോചനദ്രവ്യമാകുന്നതിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവിടുത്തെ മേൽ ഈ ശിക്ഷാവിധി യാദൃശ്ചികമായി വന്നു പതിച്ചതല്ല. കർത്താവ് പൂർണ്ണ മനസ്സോടെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുത്തതാണ് ഈ കുരിശ്. രണ്ടാമതായി, കഫർനാമിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയ സൂക്ഷിപ്പുകാർ വന്ന് നികുതി ചോദിക്കുന്നുണ്ട് പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ. ഈ ഒരു സംഭവം നമുക്ക് 2 കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്നാമത്തേത്, ഈശോ തന്നെ പറയുന്നുണ്ട്, എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നിയമം പാലിക്കുന്ന കർത്താവിനെ നമ്മൾ കാണും. മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നിയമം പാലിക്കുന്ന ദൈവത്തെ, മറ്റാർക്കും ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് അവിടുന്ന് ദേവാലയ നികുതിക്ക് അതീതനാണെങ്കിലും മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ ദേവാലയ നികുതി കൊടുക്കുന്നതിന് പത്രോസ് അപ്പോസ്തലനോട് പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം നൽകുന്ന രണ്ടാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത്, ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, നീ ഒരു മത്സ്യത്തെ ചൂണ്ടിയിട്ട് പിടിക്കുക, അതിൻ്റെ വായി തുറക്കുമ്പോൾ നിനക്കൊരു നാണയം ലഭിക്കും. അതൊരു ദൈവ പരിപാലനയുടെ ഭാവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അധ്വാനിച്ച് കഴിയുമ്പോൾ, ഒരുപാട് പ്രയത്നിച്ച് കഴിയുമ്പോൾ ഈ അധ്വാനങ്ങളും പ്രയത്നങ്ങളും ഒക്കെ എങ്ങും എത്തിയില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം വരും. നമ്മൾ തന്നെ പരാതി പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ ഒരുപാട് അധ്വാനിച്ചതാണ്, ഒരുപാട് പ്രാർത്ഥിച്ചതാണ്, ഒരുപാട് കരഞ്ഞതാണ്, ഒരുപാട് കേണപേക്ഷിച്ചതാണ്, ഒരുപാട് പേരുടെ അടുക്കൽ സഹായത്തിന് ചെന്നതാണ്, പക്ഷെ എനിക്ക് എങ്ങും നിന്നും ആശ്രയം കിട്ടിയിട്ടില്ല. എന്നാൽ ഈശോ ഇന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്, കർത്താവിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ഈശോ പറയുന്നത് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ ഒരു മുക്കുവനാണ്. അവന് മീനെക്കുറിച്ചറിയാം, കടലിനെ കുറിച്ചറിയാം. ഒരിക്കലും ഒരു മത്സ്യത്തെ പിടിച്ച് അതിൻ്റെ വായു തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ നാണയം ഉണ്ടാകുമെന്ന് ഒരു മരപ്പണിക്കാരനായ ഈശോയ്ക്ക് വ്യക്തമാക്കി തരാൻ, മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് പത്രോസിനറിയാം. പക്ഷേ ഈശോ പറഞ്ഞതുകൊണ്ട്, ഈശോ പറഞ്ഞത് വിശ്വസിച്ച് അവൻ കടലിലേക്ക് പോയി ചൂണ്ടയിട്ടു, മീനെ പിടിച്ചു. മീനെ പിടിക്കുമ്പോൾ അവന് വലിയൊരു വിശ്വാസമുണ്ട്, ഇതിൻ്റെ വായു തുറന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ വായിൽ നിന്ന് ഒരു നാണയം ലഭിക്കും. അവൻ ഈ മത്സ്യത്തിൻ്റെ വായു തുറക്കുമ്പോൾ അതിൽ നിന്ന് നാണയം ലഭിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ഇതുപോലെയാണ്. ദൈവപരിപാലനയിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ഇതുപോലെയാണ്. ഇതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ശിശുക്കളായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കാരണം അവർ ചോദ്യങ്ങളില്ലാതെ വിശ്വസിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ, 2 സംഭവങ്ങൾ ഈ ഒരു സുവിശേഷം നമ്മുടെ മുൻപിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്നാമതായി, ഈശോയുടെ കുരിശുമരണം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവ് ഏറ്റെടുത്തതാണ്. രണ്ടാമതായി, ദേവാലയത്തിൽ ചെന്ന് നികുതി കൊടുക്കുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ. നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ കൂടുതൽ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്.
മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലനയിൽ പരിപൂർണമായി ആശ്രയിക്കാൻ, പരിപൂർണമായി കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ഈ ഒരു സംഭവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. ദേവാലയ നികുതിയും കർത്താവിൻ്റെ പീഡാനുഭവവും നമുക്ക് നൽകുന്ന ഈ പാഠങ്ങൾ ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതത്തിന് വഴിവെളിച്ചമായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗം നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.